ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ മൂകാംബികയ്ക്ക് പോണതിൻ്റെ പാക്കിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് ഇന്നിപ്പോൾ രാത്രിയായി, ആകെ വയ്യ. നാളെ ഉച്ചയ്ക്കാണ് ട്രെയിന്. അപ്പം ഉച്ചയ്ക്ക് 3:15 ട്രെയിന്. അപ്പോൾ ഇന്ന് രാത്രിയാണ് എല്ലാം അടുക്കി പറക്കി വെക്കണത്. പറയണ്ട. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ മുതൽ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ആയിരുന്നു. കുറേ വാഷ് ചെയ്യാനുണ്ടായിരുന്നു, കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരത്തെ 5:30 എനിക്ക് ഡാൻസ് ഉണ്ടായിരുന്നു. ഡാൻസ് ക്ലാസ്സിൽ പോയി. ഡാൻസ് ക്ലാസ്സിൽ നിന്ന് നേരെ തിരുവാതിര പ്രാക്ടീസിന് പോയി. അതൊക്കെ കഴിഞ്ഞ് നേരെ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി, അതായത് തിരുവാതിര കളിക്കണതിൻ്റെ സെറ്റ് മുണ്ടിൻ്റെ ബ്ലൗസും പിന്നെ വേറൊരു സാരി എടുത്തതിൻ്റെ അതിൻ്റെ ബ്ലൗസും, അപ്പോൾ അതും രണ്ടും തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ പോയി. അതൊക്കെ വാങ്ങിയിട്ട് വീടെത്തുമ്പോൾ 8:45 വന്ന് കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത്, ഉണ്ണേട്ടനും അനിയനും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. ഞാൻ എന്താ കഴിച്ച്, അവരൊക്കെ ചോറുണ്ടു, കുറേശ്ശെ ചോറുണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ചോറുണ്ടായിരുന്നു. അത് ഇനിയിപ്പോൾ പിറ്റേ ദിവസത്തേക്ക് എടുത്ത് വെക്കേണ്ട വെച്ചിട്ട് അത് ഫുള്ള് അവസാനിപ്പിച്ചു. അപ്പം ഞാൻ ചോറ് കഴിച്ചില്ല, ഞാൻ റാഗി കുറുക്ക് കഴിച്ചു. ഡയറ്റിലാണല്ലോ, അതുകൊണ്ട് അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞ് 8:45. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. സമയം രാത്രി 10:15 കേട്ടോ. ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ പോണത്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഈ ഒരു ബാഗ് കുറേ നാളായി, ഒരു 6-7 വർഷത്തോളമായിട്ടുണ്ട് കേട്ടോ ഈ ബാഗ് വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ ആദ്യം ആക്കി വെച്ചത് കുറച്ച് പ്ലാസ്റ്റിക് കവറുകളാക്കി വെച്ചു കേട്ടോ. പ്ലാസ്റ്റിക് കവറേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, 1-2 ചെറിയ ഈ സെറ്റ് മുണ്ടിൻ്റെ പുതിയ സെറ്റ് മുണ്ട് കിട്ടിയ കവറാട്ടോ. അത് ബ്രഷൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ അത് അതിലിട്ട് വയ്ക്കാം, പിന്നെ സോപ്പ് ഇട്ട് വയ്ക്കാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടൊരു കവറ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു എപ്പോഴും കടയിലും പോകുമ്പോൾ ചെറിയൊരു കാറിലാണെങ്കിലും എവിടെയാണെങ്കിലും ചെറിയൊരു കഷ്ണം വേസ്റ്റ് തുണി അത് ഞാൻ എപ്പോഴും കയ്യിൽ കരുതും. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൈ തുടയ്ക്കാനോ, എന്തെങ്കിലും ഒരു നല്ലതിൽ തുടയ്ക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ എന്തെങ്കിലും തുടയ്ക്കാനോ എന്തിനെങ്കിലും ഒരു ആവശ്യം വന്നാൽ എന്ന് വിചാരിച്ചിട്ട് അതായത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ചപ്പ അങ്ങനത്തെ തുണികളല്ല കേട്ടോ. ഒരു പഴയ ഡ്രസ്സിൻ്റെ അല്ലെങ്കിൽ പഴയ നൈറ്റിയുടെ ഒരു കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എടുത്ത് വെക്കും, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പണ്ട് എനിക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യങ്ങൾ വരാറുണ്ട്, അതുകൊണ്ട്. അപ്പം അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതെ, ഞാൻ സെറ്റുമുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ തിരുവാതിര കോസ്റ്റ്യൂം. ഇതാണ് സെറ്റുമുണ്ട്. ഞാൻ ഇന്നലെ തന്നെ ഉടുക്കണ രീതിയിൽ മടക്കിയിട്ട് അയൺ ചെയ്ത് വെച്ചു. മറ്റേ പ്ലീറ്റൊക്കെ എടുത്ത് ഫ്രണ്ട് പോർഷനും ഈ വേഷ്ടിയും മുണ്ടും ഒക്കെ അതേപോലെ ഉടുക്കണ രീതിയിൽ കറക്റ്റാക്കി മടക്കി അയൺ ചെയ്ത് ഇന്നലെ തന്നെ ഞാൻ മടക്കി വെച്ചു കേട്ടോ. പിന്നെ ഇതാണ് സെറ്റുമുണ്ടിൻ്റെ ബ്ലൗസ് കണ്ടപ്പോൾ എനിക്ക് ചേരും എനിക്ക് എന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ ഇതൊരു കവറിലേക്ക് ഞാൻ ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ കവറിലും കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ വേണ്ടി ഡ്രസ്സും മാറണ നേരത്ത് പിന്നെ ഇതിൽ നിന്ന് അങ്ങോട്ട് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതിൽ മുണ്ടും ബ്ലൗസും പിന്നെ അണ്ടർസ്കേർട്ടും ഒക്കെ ഇതിൻ്റെ ഉള്ളിലാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ അതിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ സെറ്റുമുണ്ടിൻ്റെ തിരുവാതിര കളിയുടെ കോസ്റ്റ്യൂം ഇതിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ഇതിലേക്ക് വെക്കുക കേട്ടോ. പിന്നെ അതല്ല, ഉണ്ണേട്ടൻ്റെ ഷർട്ടും മുണ്ടും ഒക്കെ ഞാൻ അയൺ ചെയ്യാൻ കൊടുത്തു. ഇന്ന് 6 മണിക്ക് ഞാൻ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളോട്. ഞാൻ പിന്നെ വിളിച്ച് പറയാനും മറന്നുപോയി കേട്ടോ. പിന്നെ ഞാൻ ഡാൻസിന് പോയില്ല 5:30 ആകുമ്പോൾ. അപ്പോൾ ഇവർ മറക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ നാളെ രാവിലെ പോയിട്ട് വേണം ഉണ്ണേട്ടൻ്റെ ഷർട്ടും മുണ്ടൊക്കെ വാങ്ങി ഇതിൽ വെക്കാൻ. പിന്നെ തിരുവാതിരയുടെ കോസ്റ്റ്യൂമായി. ഇനി ഓർണമെൻറ്റ്സ് കേട്ടോ. ഓർണമെൻറ്റ്സ് ജിമിക്കി. എനിക്ക് വലിയ ജിമിക്കി, വലിയ കമ്മലിടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഉണ്ണേട്ടൻ വാങ്ങിച്ചു തരുകയും ചെയ്യും കേട്ടോ. ചിലപ്പോൾ ഞാൻ കമ്മൽ സെലക്ട് ചെയ്യുമ്പോൾ ഞാനേതെങ്കിലും നോക്കുമ്പോൾ ഉണ്ണേട്ടൻ വലുത് നോക്കിയിട്ട് ഇത് നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സെലക്ട് ചെയ്യും. അങ്ങനെ ഉണ്ണേട്ടൻ സെലക്ട് ചെയ്ത കമ്മലാണ് കേട്ടോ. എനിക്ക് വലിയ ജിമിക്കി ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ട്രഡീഷണൽ ലുക്കൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് വലുതിടാൻ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ജിമിക്കി. പിന്നെ അന്ന് ഞങ്ങൾ ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിച്ച കുപ്പിവള. അപ്പോൾ ഞാനിത് ഈ ബോക്സിലാക്കി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ പുറത്ത് വെച്ച് കഴിഞ്ഞാലേ പൊട്ടിക്കഴിഞ്ഞാൽ പൊട്ടുമോ എന്ന് വിചാരിച്ച്, കുപ്പിവളയാണല്ലോ. അപ്പോൾ ഞാനതിങ്ങനെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കുറച്ച് ബട്ടണുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ അടിയിൽ വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കമ്മലുമായി വളയുമായി. ഇനി ഞങ്ങളൊരു മാലയാണ് എല്ലാവരും ഇടുന്നത് കേട്ടോ. ആ മാലയാണിത്. എല്ലാവർക്കും ഉണ്ട് ഈ മാല. ഞങ്ങൾ 12 പേർക്കും ഉണ്ട് ഈ മാല. അപ്പോൾ ഈ മാല ഇട്ടിട്ടാണ് ഞങ്ങളുടെ
കളിക്കാം. കമ്മൽ പിന്നെ എല്ലാവരും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. ചിലർക്ക് വലിയ കമ്മൽ ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് ചെറിയ കമ്മൽ ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് ചെറുതായിരിക്കാം ഇഷ്ടം. എനിക്ക് വലിയ കമ്മൽ ഇടാനാണ് ഇഷ്ടം, അതിട്ട് കളിക്കാനാണ് ഇഷ്ടം. അപ്പം ഞാൻ വലിയ ജിമിക്കാണ് ഞാൻ കേട്ടോ. മാല എപ്പോഴും ഒരേപോലെ വളയും. അപ്പം ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു മാലയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. സാരിക്ക് വേണമെങ്കിൽ ഇടാലോ, എന്താണെങ്കിലും ഒരു കാര്യം നമ്മൾ അതായത് എന്തെങ്കിലും ദൂരത്തേക്ക് എങ്ങനെയും പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൻ്റെ കൂടെ ഒന്നും കൂടിയും വെക്കും. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാല പൊട്ടേ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അടുത്തത് ഇടാലോ എന്ന് വെച്ചാൽ ഏകദേശം ഒരുപോലത്തെയുള്ള ഈ 2 മാല. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കമ്മൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതും വലിയ കമ്മൽ കണ്ടില്ലേ, ഇത് ഉണ്ണേട്ട സെലക്ട് ചെയ്തതാണ് കേട്ടോ. ഞാൻ ഇത്ര ഈ വലിപ്പമുള്ള കമ്മൽ മാത്രം നോക്കിയിട്ടായിരുന്നു അന്ന് പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അങ്ങാണ്ട് ഒരു കല്യാണം ഉണ്ടായിരുന്നു, എൻ്റെ അമ്മയുടെ മോളുടെ കല്യാണം. ആ കല്യാണത്തിന് വാങ്ങിച്ച കമ്മല. അപ്പോൾ അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതല്ലെങ്കിൽ അത് ഇടാലോ, അതിനെന്തെങ്കിലും പറ്റിയത് ഇടാലോ. അതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഒരെണ്ണം എക്സ്ട്രാ കരുതും, എന്ത് കാര്യമാണെങ്കിലും. അപ്പോൾ അത് ഞാൻ ഇവിടെ വയ്ക്കുന്നുണ്ട്. പിന്നെ വോളിനി എന്തെങ്കിലും കാലുവേദനയോ കാല് കടച്ചലോ എന്തെങ്കിലും ദൂരയാത്ര പോകണമല്ലോ, എന്തെങ്കിലും ഒരു ആശ്വാസത്തിന് വോളിനി ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഈ കാര്യം മറന്നു, പാരസെറ്റമോള് പിന്നെ ഈ വിക്സ്, റോളോൺ, അങ്ങനെ മൂന്ന് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അത് ഞാൻ മറന്നു. ഇനിയിപ്പോൾ നാളെ അത് വാങ്ങിയിട്ട് അത് വെക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ വോളിനി ഇതിലിരിക്കട്ടെ. അത് ഞാൻ ഇതിലൊരു അറയുണ്ട്, അതിലേക്ക് വെക്കാൻ വെച്ചിട്ടാണ്. പിന്നെ ഒരു 2 കഷ്ണം പേപ്പർ അതൊക്കെ കയ്യിൽ വെക്കും കേട്ടോ. ഞാൻ കൈ തുടയ്ക്കാനോ റൂമിൽ നമ്മൾ ഒരു ദിവസം തങ്ങുണ്ടല്ലോ, അപ്പോൾ 2 കഷ്ണം 2 പേപ്പർ എടുത്ത് വെക്കും അങ്ങനെ. പിന്നെ ഇനി ഞാൻ അന്നെടുത്ത സാരിയാണ് കേട്ടത്. ഇതാണ് സാരി. എങ്ങനെയുണ്ട്, നന്നായിട്ടില്ലേ? അപ്പോൾ ഈ സാരിയാണ് അന്ന് എടുത്തത്. അന്നത്തെ വീഡിയോയിൽ കണ്ടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ ഈ സാരിയുടെ ബ്ലൗസാണ് ഇത്. അപ്പോൾ 2 ബ്ലൗസും ഇന്ന് തന്നെ തയ്ച്ച് കിട്ടി. അപ്പോൾ ഞങ്ങൾ അമ്പലത്തേക്ക് തൊഴാൻ പോകുമ്പോൾ ഉടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ സാരി എടുത്തത് കേട്ടോ. അത് മാത്രമല്ല, എനിക്ക് എൻ്റെ വല്യമ്മയുടെ മോളുടെ കല്യാണം വരുന്നുണ്ട് 21-ാം തീയതി ഈ മാസം, ഏപ്രിൽ 21-ന്. അപ്പോൾ അതിനും കൂടി ഉടുക്കാം. എന്തായാലും എടുക്കുമ്പോൾ ഒരു 2 ഫംഗ്ഷൻ എടുക്കാമല്ലോ. പിന്നെ എൻ്റെ കയ്യിലുള്ള സാരിയൊക്കെ കുറേ പഴകിയ സാരികളാണ്. അധികം ഞാൻ സാരി എടുക്കാറില്ല കേട്ടോ. ഇപ്പോഴാണ് അടുപ്പിച്ചൊരു കോട്ടൺ സാരി, 1-2 സാരി, പിന്നെ പ്രമോഷൻ വരുന്ന സാരികൾ അതൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് എന്താ പറയുക, ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ കളറും ഈ ഒരു മെറ്റീരിയലും. ജൂട്ടാണ് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഒരു പട്ട് പോലത്തെ നല്ല ഒതുങ്ങി, ഞാൻ ഉടുത്തു നോക്കിയിട്ടാണ്, നല്ല ഒതുങ്ങി കിടക്കണ ഒരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ സാരി ആണ് അമ്പലത്തിൽ ഉടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാച്ചായിട്ടുള്ള അണ്ടർ സ്കേർട്ടും ഒക്കെ എടുത്ത് വെക്കണം. ഉണ്ണേട്ടന് ഞാൻ മാച്ചായിട്ടുള്ള ഷർട്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് എപ്പോഴും എനിക്ക് എൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ളത് എടുത്ത് കൊടുക്കും. ഇതിട്ടാൽ മതി എന്ന് പറയും, ഇടുകയും ചെയ്യും കേട്ടോ. ആദ്യമൊക്കെ അങ്ങനെ ഇടണം, അതൊക്കെ ഒരു ഇതല്ലേ ഇതൊക്കെ പറയായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇതിടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടോളും അങ്ങനെ. അപ്പോൾ ഇതും പാവാടയും. അപ്പോൾ ഇതും ഇതിലേക്ക് അങ്ങോട്ട് വെച്ചു. പിന്നെ ഒരു ഡ്രസ്സുള്ളത് പിന്നെ ഇനിയിപ്പോൾ മറ്റന്നാൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ടോപ്പ്. അപ്പോൾ അത് 2 എന്താ പറയുക, ഒരു ചുരിദാർ ഞാൻ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഇനിയിപ്പോൾ തിരിച്ച് വരുന്ന ടൈമിൽ കൊടുക്കാറ്. കോട്ടൻ്റെയാണ്, വലിയ കനലില്ലാത്തൊരു ടോപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ജയലക്ഷ്മിന്ന് എടുത്തത് കേട്ടോ. എനിക്ക് കളർ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ്. അബിതയില്ല എൻ്റെ ഫ്രണ്ട്, അവളാണ് കേട്ടോ അത് സെലക്ട് ചെയ്തത്. പക്ഷേ ഇതെടുക്കട്ടോ അത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. അപ്പോൾ ഈ ചുരിദാർ തിരിച്ച് വരുമ്പോൾ നല്ല സുഖമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കനലിയാത്ത മെറ്റീരിയലാണ്. അപ്പോൾ ചൂടൊക്കെ അല്ലേ, അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഭയങ്കര പകൽ സമയത്താണ് ട്രെയിൻ. അപ്പോൾ ശനിയാഴ്ച രാവിലെ 11 മണിക്കാണ് ട്രെയിൻ വരുന്നത്. അപ്പോൾ അതിന് തിരിച്ച് വരുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ട് അതെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാൻറ്റും, അപ്പോൾ അതും ആയിട്ടുണ്ട്. അപ്പോൾ അതും ഇതിലേക്ക് അങ്ങോട്ട് വയ്ക്കാം.
അങ്ങനെ ഇനി പുണ്ണേട്ടൻ്റെ ഡ്രസ്സ് കിട്ടിയിട്ട് വേണം ബാക്കിയുള്ള അത് പിന്നെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഇതിൻ്റെ മേലെ അങ്ങോട്ട് വെക്കേ വേണ്ടു. പിന്നെ തോർത്ത് ഒരു ടർക്കി വെച്ചിട്ടുണ്ട്, ഒരു തോർത്ത് വെച്ചിട്ടുണ്ട്, ഒരു തോർത്തും കൂടെ, ഇനി 2 തോർത്തും കൂടിയും വെക്കണം. അപ്പോൾ പിന്നെ ഇതിൽ കേട്ടോ, ഇതൊരു ബോക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലിതേ കണ്ണാടി, ഒരു വാൽക്കണ്ണാടി, പിന്നെ ലിപ്സ്റ്റിക്ക്, കൺമഷി, ഐബ്രോ പെൻസില്, സ്ലൈഡ്, സൂചി, ഐലൈനർ ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരാവശ്യത്തിന് മറ്റേ റോസ് പൗഡറില്ലേ, കോമ്പാക്റ്റ് പൗഡർ, അത് തന്നെയല്ലേ പറയുക, അതെ. പിന്നെ ഇതെന്താ, ഇതൊരു ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഫൗണ്ടേഷൻ, അത് ഇല്ല 2025 വരെ ഉണ്ട്. ഞാൻ അങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് ഇടാൻ തോന്നുമ്പോൾ ഇട്ട് നോക്കുക ചെയ്യാറുള്ളൂ. എനിക്ക് ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ വരും. ചൊറിച്ചിലും ഈ വായയുടെ ഈ ചുറ്റുവശം ഫുള്ള് ഭയങ്കര വിയർപ്പും. അപ്പോൾ ഞാൻ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. പക്ഷെ എന്നാലും ഇത് കയ്യിലെടുത്ത് വെക്കാമല്ലോ ഞാൻ വിചാരിച്ച് അതെടുത്ത് വെച്ചു. പിന്നെ ഒരു ചെറിയ പൗഡർ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വെച്ച, അയ്യോ പൊട്ട് വെച്ചിട്ടില്ല, പൊട്ട് ഇനി നോക്കട്ടെ. പൊട്ടിപ്പോൾ ഇതാണ് കയ്യിലുള്ളത്. പക്ഷേ തിരുവാതിരക്കളിക്ക് ഇതിനെക്കാട്ടിലും വലിയ പൊട്ടാ തൊടാറ് കേട്ടോ. അപ്പം എന്തായാലും കയ്യിലുള്ള പൊട്ട് എടുത്ത് വെക്കാം. അപ്പോൾ അങ്ങനെ ഈ ബോക്സ് റെഡിയായി. ഇനി ഉണ്ണേട്ടൻ്റെ ഒരു ട്രാക്ക് സ്യൂട്ട്, ടീഷർട്ട് ഒക്കെ പാക്ക് ചെയ്യണം. ഉണ്ണേട്ടന് തിരിച്ചു വരുമ്പോൾ ഇടാൻ ഒരു ട്രാക്ക് സ്യൂട്ടും ഒരു ടീഷർട്ടും വെച്ചിട്ടുണ്ട്. അതൊന്ന് കല്യാണം നിർത്തതാ. അങ്ങനെ അപ്പം ഇതും മടക്കിയിട്ട് അതും വയ്ക്കാം. അത് തിരിച്ചു വരുമ്പോൾ ഇടാനുള്ളതല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് അടിയിലായാലും കുഴപ്പമില്ല. സാരി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. പിന്നെന്താണ്, ചീർപ്പ് കണ്ടപ്പോഴേക്കും ഓർമ്മ വന്നു കേട്ടോ. ഇനി ഇതേ 2 തോർത്തും കൂടിയും വെക്കണം. അപ്പോൾ 2 തോർത്തും കൂടെ വെക്കാം. മാലയായി, കമ്മലായി, എത്രയൊക്കെ വെച്ചാലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മറന്നിട്ടുണ്ടോ എന്നുള്ളൊരു ഡൗട്ടാണ്. അന്ന് ഇതുപോലെ വേറൊരു അമ്പലത്തിൽ, ഇവിടെ അടുത്ത് തന്നെ മൂർക്കനിക്കര അമ്പലത്തിൽ ഡാൻസിന് പോകുമ്പോൾ ഞാൻ സെറ്റ് മുണ്ട് മാറിയെടുത്തു. അതായത് ഞങ്ങൾ ഓരോ വർഷം ഓരോരോ സെറ്റ് മുണ്ടാണ് എടുക്കുക. അപ്പോൾ ആ കളിയുടെ അടുത്തായിട്ടാണ് പുതിയ സെറ്റ് മുണ്ട് എടുത്ത് വേറെ അമ്പലത്തിലേക്ക് കളിക്കാനെടുത്തത്. അപ്പോൾ തലേദിവസം പച്ച സെറ്റ് മുണ്ടാണ്, പച്ചയായിരുന്നു ഞങ്ങൾ മുന്നേ കളിക്കാനെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെറ്റ് മുണ്ട് തന്നെ ഉടുത്താൽ മതി എന്ന് ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കണ്ടില്ല. ഞാൻ വലിയ കാര്യത്തിൽ ബ്ലൂ കളറ് ബ്ലൗസും ബ്ലൂ സെറ്റ് മുണ്ടും എടുത്തിട്ട് പോയി. കറക്റ്റ് സ്റ്റേജിൻ്റെ അടുത്തെത്തിയിട്ടാണ് അവരൊക്കെ പച്ചയിട്ട് നിൽക്കണം. ഞാൻ മാത്രം നീല. ഈശ്വര, എന്താ ചെയ്യുക. എന്നിട്ട് പിന്നെ ഞാൻ വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് പോയി. അപ്പോൾ ടൈം ഉണ്ടായിരുന്നു കളിക്കാനുള്ള. കുറച്ചുകൂടി പ്രോഗ്രാം അവിടെ ഉള്ള കാരണം കൊണ്ട് ഞങ്ങളുടെ കളി കുറച്ചുകൂടിയും വൈകിച്ചു. അപ്പോൾ ഇപ്പോൾ എപ്പോഴും ഗ്രൂപ്പിൽ പറയും, സിന്ധിച്ച് പറയും, അതേ സെറ്റ് മുണ്ട് ഇന്നതാണ്. അപ്പം ഞാനിങ്ങനെ ഗ്രൂപ്പിൽ പറയും, ഇതെനിക്കുള്ളതാണല്ലോ, എന്നെ ഉദ്ദേശിച്ചാണ്, ഇതെന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഗ്രൂപ്പിൽ അങ്ങോട്ട് ഇടും. അപ്പോൾ ഇപ്രാവശ്യം പറയണ സെറ്റ് മുണ്ടൊക്കെ കറക്റ്റായിട്ട് എടുത്തോട്ടോ, തിരിച്ചു വന്നിട്ട് കൊടുത്തിട്ട് വേറെ പുതിയത് എടുത്തിട്ട് പോകാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു എന്നെ. അപ്പോൾ എന്താ പറയുക, എന്ത് വെച്ചാലും ഈ പറഞ്ഞ പോലെ എനിക്ക് ഓർമ്മക്കുറവുകളാണ്. അത് വെച്ചില്ലേ എന്നൊക്കെ ഉള്ള ഓരോരോ ടെൻഷനുകൾ. അപ്പോൾ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ഉണ്ണേട്ടൻ്റെ മുണ്ടും ഷർട്ടും കൂടി വന്നാൽ അതും വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. പിള്ളേരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. അവിടെ കിടന്നുറങ്ങാൻ പറഞ്ഞിട്ട് അവരവിടെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇനിയൊരു ബെഡ്ഷീറ്റ് ഞാൻ ആക്കുന്നുണ്ട്. ഇനിയിപ്പോൾ രാത്രിയല്ലേ, അപ്പോൾ ഉറങ്ങേണ്ട ടൈമിൽ എന്തെങ്കിലും തണുക്ക്, എനിക്കാണെങ്കിൽ ബെഡ്ഷീറ്റ് വേണം. അങ്ങനത്തെ ഒരാളാണ്. എത്ര ചൂടാണെങ്കിലും എനിക്കൊരു ബെഡ്ഷീറ്റ് വെറുതെ പുതച്ചില്ലെങ്കിലും വെറുതെ എനിക്ക് കയ്യിൽ പിടിക്കാനെങ്കിലും വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള കാരണം കൊണ്ട് ഞാനൊരു കനം കുറഞ്ഞ ബെഡ്ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 4 കർച്ചീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൽ വയ്ക്കാം. പിന്നെ ടിഷ്യൂ അതെടുത്തിട്ട് ഈ ഇതിലേക്ക് വയ്ക്കാം. പിന്നെ ഇത് കെട്ടിറക്കണ ചീർപ്പാട്ടാണ്. ഞങ്ങൾ എപ്പോഴും മുടി കെട്ടിറക്കണതൊക്കെ ഇങ്ങനത്തെ ബ്രഷ് ടൈപ്പ് ചീർപ്പ് കൊണ്ടാണ്. മറ്റേത് എനിക്ക് കെട്ടിറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇതൊരെണ്ണം എപ്പോഴും കയ്യിൽ വെക്കും. പിന്നെ ഒരു ചീർപ്പും കയ്യിൽ വെക്കണം. മറന്നു പോയിട്ടോ, ഓരോന്ന് എന്താ പറയുക, ഫുള്ള് മറവിയാണ്.
ഉണ്ണേട്ടനൊരു റൗണ്ട് ചെറുപ്പും എനിക്ക് മറ്റേ ചെറുപ്പും കെട്ടിറക്കണ ചെറുപ്പും അതും എടുത്ത് വയ്ക്കാം. അത് ഇവിടെ വയ്ക്കാം. ചീകാനൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോഴാണെങ്കിലും മുടി ചീകാൻ ആവശ്യമുണ്ടെങ്കിൽ എടുക്കാമല്ലോ. അപ്പോൾ അത് വെച്ചു. ഏകദേശമൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഉണ്ണേട്ടൻ്റെ ഡ്രസ്സും കൂടെ കൊണ്ടുവന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ സംഭവം കറക്റ്റായി. അപ്പോൾ ഏകദേശം പാക്കിംഗ് ഒക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരം ഒന്നും എടുത്തില്ല പാക്ക് ചെയ്യാൻ. പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സമയം 11:30 രാവിലത്തെ ക്ഷീണം നല്ലോണം ഉണ്ട്. രാവിലത്തെ എന്ന് വെച്ചാൽ പകലത്തെ ക്ഷീണം, കുറേ പണികളും ഡാൻസ് ക്ലാസ്സിൽ പോയി പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ആയപ്പോൾ നല്ല ക്ഷീണമുണ്ട്. ഇന്നും കുളിച്ച് കിടക്കണം, നന്നായിട്ടൊന്ന് ഉറങ്ങണം. അപ്പോൾ എന്താ പറയുക, പാക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ലോങ് ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ കുറേ നാളായിട്ടോ ശരിക്കും ലോങ് ട്രിപ്പ് പോയിട്ട്. കുറേ നാൾ പറഞ്ഞാൽ കുറേ നാളായി. കൊറോണയ്ക്ക് ശേഷം തീരെ പോയിട്ടില്ല. അതിന് മുന്നും 3-4 വർഷം മുമ്പും പോയിട്ടില്ല. ലാസ്റ്റ് പോയി വന്നത് പ്രാവശ്യം കൊടൈക്കനാലാണ് പോയിട്ട് വന്നത്. ട്രെയിനിലല്ല, അത് ട്രാവലറിൽ. ട്രെയിനിൽ പോണത് കുറേ മോളേനെ മൊട്ടടിക്കാൻ തിരുപ്പതി പോയിട്ട് വന്നതാണ് കേട്ടോ. അതിന് ശേഷം ട്രെയിനിൽ അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല. ഇവിടെ അടുത്ത് ഗുരുവായൂർ പോകുമ്പോൾ പോയിട്ട് വരിക. അത് 10-20 മിനിറ്റ് ട്രെയിൻ യാത്ര അത്രേ ഉള്ളൂ. അപ്പോൾ അത് നാളേക്ക് നല്ല കുറച്ച് നേരം ഉണ്ടല്ലോ ട്രെയിൻ യാത്ര. ഞാൻ എപ്പോഴും ടൗണിലേക്കൊക്കെ പോകുമ്പോഴേ ട്രെയിൻ പോകണ കാണുമ്പോൾ ഞാൻ പറയും, ഉണ്ണേട്ടാ എനിക്ക് ട്രെയിനിൽ എങ്ങനെയെങ്കിലും പോകണം എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഉണ്ണേട്ടാ എന്നാൽ നീ ഒന്ന് ഒരു കാര്യം ചെയ്തപ്പോൾ പോയിട്ട് പോയോട്ടാ, ഞങ്ങൾ വീട്ടിൽ പോട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഭയങ്കര സന്തോഷം. നാളെ പോവുക, അങ്ങനെ അമ്പലത്തേക്ക് പോകണമല്ലോ. ഭയങ്കര സന്തോഷമുണ്ട്. ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ കഴിഞ്ഞു ഈ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫോണും ഇതൊക്കെ വ്ളോഗൊക്കെ എടുക്കാൻ, വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ വ്ളോഗൊക്കെ എടുക്കും. അപ്പോൾ ആ വ്ളോഗൊക്കെ എടുക്കാനും ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ 3 ഫോണും കാര്യങ്ങളും അതൊക്കെ വേറെ ഹാൻഡ് ബാഗിൽ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ പാക്കിംഗ് വ്ളോഗ് ഞാനവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.